ഹലോ നമസ്കാരം, എല്ലാവർക്കും ചില്ലജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അക്വാസ്കേപ്പിംഗ് ആണ് കാണാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു അക്വേറിയമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത കുറച്ച് പ്ലാന്റുകളുണ്ട്, അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് ഏകദേശം 4 അടി നീളവും അതുപോലെ 1.5 അടി ഹൈറ്റും, അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 11 ഇഞ്ചേ ഉള്ളൂ. അപ്പം അതാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മണൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം. ഇത് പുഴമണലാണ്. അതുപോലെ കുറച്ച് കല്ലുകളുണ്ട്. ഇതും നാച്ചുറലായിട്ട് തന്നെ നമ്മൾ തപ്പിപ്പിടിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു ലേഔട്ട് ഞാൻ തയ്യാറാക്കാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ലേഔട്ട് തയ്യാറാക്കി കഴിയുമ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞ ശേഷമാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പ്ലാന്റുകൾ സെറ്റ് ചെയ്തു. ആദ്യം മണലിട്ടു, അതുപോലെ കല്ലുകൾ സെറ്റ് ചെയ്തു, പിന്നെ വുഡ് വെച്ചു. ജസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചെറിയ വുഡുകളാണ്. അപ്പോൾ ഒരു വുഡിൽ ജാവാമോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 3 പ്ലാന്റ് വേറെ സെറ്റ് ചെയ്തു. കല്ലിലും കുറച്ച് ജാവാമോസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലഡ്വിഗി വെച്ചിട്ടുണ്ട്, വൽച്നേറിയ വെച്ചിട്ടുണ്ട്, മൈക്രാന്തിയം, ഹെമിയാന്തിസ് മൈക്രാമോഡിസ് എന്നുള്ള ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ സെറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള പ്ലാന്റുകളിലൂടെ നമ്മൾ വെക്കാൻ പോവാണ്. ഓക്കെ, ഇതാണ് ഫൈനലിൽ ഇപ്പോൾ വന്നേക്കുന്ന ഒരു ഫിനിഷിങ്. ഇനിയും കുറച്ച് പണികളൂടെ ഉണ്ട്, എങ്കിലും ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. എന്തായാലും ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് വരില്ല. എന്തായാലും കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ്, പ്ലാന്റൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കുറച്ച് ചെറിയ വർക്ക് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ അത്യാവശ്യം എല്ലാ പ്ലാന്റുകളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ആ പ്ലാന്റുകളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൽ വൽച്നേറിയ ഉണ്ട്, അതുപോലെ ലഡ്വിഗിയ, ബക്കോപ്പ, ക്രിപ്റ്റോകോറിൻ, പിന്നെ നേരത്തെ ഹെമിയാന്തിസ് മൈക്രാന്തമഡിസ്, അതുപോലെ ജാവാമോസ് ഉണ്ട്, റിക്കിയാമോസ് ഉണ്ട്, പിന്നെ ക്രിസ്മസ് മോസ് ഉണ്ട്. 20 വോൾട്ടിൻ്റെ 2 ട്യൂബാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഹാങ് ഓൺ ഫിൽറ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ ഇനി ഫിഷ് ആഡ് ചെയ്യുന്നതും അതുപോലെ കുറച്ച് ചെറിയ ചെറിയ പണികളൂടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.